നമസ്കാരം, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ ആ വീഡിയോ കുറേ പേര് കാണുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് അറിയിച്ചുകൊണ്ട് കുറേ കമൻസ് വരുന്നു. സമയം കിട്ടുമ്പോഴേ ഞാൻ അതിനായിട്ട് കുറേ സമയം കണ്ടെത്താറുണ്ട്. സമയം കണ്ടെത്തി ഞാൻ കുറേ പേർക്ക് മറുപടി അയക്കാറുണ്ട്. വളരെ രസകരമായ, നമ്മളെ ചിരിപ്പിക്കുന്ന മെസ്സേജുണ്ട്, ചിന്തിപ്പിക്കുന്ന മെസ്സേജുണ്ട്, നമ്മളെ പലതും ചെയ്യാൻ നമ്മളെ പ്രകോപിപ്പിക്കുന്ന മെസ്സേജുണ്ട്, നല്ല രീതിയിൽ പോസിറ്റീവായിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് അത് അംഗീകരിക്കപ്പെടുന്നു. കാരണം നമ്മൾ ചെയ്യുന്ന എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. കുറേ പേര് അംഗീകരിക്കുമ്പോൾ തന്നെ നമുക്കതിൽ അതിയായ സന്തോഷം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് തുടർന്നും വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ അതൊരു പ്രചോദനമാണ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. എങ്ങനെയുണ്ട് സിന്ധു, പുതിയ ആൾ വന്നിട്ട് മാറ്റം? ഞാൻ ഒരു മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുക അവനെ വാഷ് ചെയ്യാൻ. അല്ല, അതാണ് ഈ നമ്മൾ പണ്ടുതൊട്ടേ പറയില്ല, മാറ്റം പ്രകൃതിയുടെ നിയമമാണ്. ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചിലതൊന്നും തടയാൻ പറ്റില്ല. ആ മാറ്റങ്ങളെ നമ്മൾ അങ്ങ് അറിഞ്ഞ് സന്തോഷിക്കുക. അപ്പോൾ ഒരു 3 കാര്യങ്ങളെപ്പറ്റി ചിലർ പറയും. അതായത് എല്ലാ കാര്യങ്ങളും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് തന്നാൽ മതി. ഉദാഹരണത്തിന്, എനിക്ക് 57 വയസ്സായി, എനിക്ക് 37 ആവണം എന്ന് വിചാരിച്ചാൽ പറ്റില്ല. അപ്പോൾ ഈ 57 അക്സെപ്റ്റ് ചെയ്താൽ അതിനകത്ത് കുറേയധികം സന്തോഷമുണ്ട്. നമുക്ക് സന്തോഷിക്കാനും നമ്മുടെ മനസ്സുകൊണ്ട് എൻജോയ് ചെയ്യാനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് പ്രായത്തിന്. അത് ഈ അപ്പൂപ്പനാകുമ്പോഴത്തേക്ക് ആയവർക്കറിയാം അതിൻ്റെ സുഖം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ അംഗീകരിക്കുക. എന്നാൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം നമുക്ക് കിട്ടിയാൽ മതി. പലതും നമ്മുടെ ധൈര്യക്കുറവുകൊണ്ട് ചെയ്യാത്തത്. പിന്നീട് ഒന്ന് ആലോചിക്കുക, അന്നത് ചെയ്യേണ്ടതായിരുന്നു. അപ്പോൾ ഒന്ന്, മാറ്റാൻ പറ്റാത്തതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ്. രണ്ടാമത്തത്, മാറ്റാൻ കഴിയുന്നുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ധൈര്യം. മൂന്നാമത്തത്, ഈ രണ്ടിൻ്റെയും ഒരു വ്യത്യാസം മനസ്സിലാക്കാനുള്ള വിവേകം കൂടി കിട്ടിയാൽ നമുക്ക് കുറേയധികം എൻജോയ് ചെയ്യാൻ പറ്റും, മനസ്സമാധാനം കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് എപ്പോഴും ഞാൻ ഈ പറയുന്നതൊന്നും നമ്മുടേതായ കണ്ടുപിടുത്തങ്ങളല്ല. നല്ല നല്ല ആൾക്കാർ എഴുതിയ പുസ്തകങ്ങൾ, നല്ല സുഹൃത്തുക്കളുടെ കൂടെ നടക്കുമ്പോഴൊക്കെ പല കാര്യങ്ങളും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പല യാത്രകൾ ചെയ്യും. ഇന്ന് തന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ പഴയൊരു സിനിമയുടെ കാര്യമൊക്കെ ഓർത്തു. അപ്പോൾ ഞാൻ വെച്ച് ശാരദ ചേച്ചി ഒന്ന് വിളിക്കാം. ഉർവശി ശാരദ, അന്ന് നാഷണൽ അവാർഡ് വെച്ച് ശാരദ ചേച്ചിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, അന്നും ചെന്നൈയിലാണ് താമസിക്കുന്നത്. നമ്മൾ വിളിച്ചാൽ രണ്ടാമത്തെ റിങ്ങിനപ്പുറം പോകില്ല, ഫോൺ എടുക്കും. എടുത്താൽ ഉടനെ, കിച്ചു എന്തുണ്ട് വിശേഷം? ശാരദ ചേച്ചിയുടെ കാര്യങ്ങൾ ഇങ്ങനെ എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ മെമ്മറീസിൽ എന്നും ഉണ്ട്. ആദ്യമായിട്ട് കാശ്മീർ സിനിമ അഭിനയിക്കാനായിട്ട് ഡൽഹിയിൽ പോവുക. സിനിമയുടെ നിർമ്മാതാവ് സുരേഷ് ഏട്ടനാണ് മേനക ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ മേനക ചേച്ചിയാണ് എനിക്ക് ഷൂട്ടിങ്ങിന് പോകാൻ പൈസ തരുന്നിട്ട് ഞാൻ ഇവിടുന്ന് ട്രെയിനിൽ പോവാണ്. അതൊരു നീണ്ട കഥ, കുറേ ചിരിക്കാണ്, പക്ഷെ അതൊന്നും പറയുന്നില്ല. അന്ന് 2 പേര് കൂടെ ഉണ്ടായിരുന്നു. 2 പേരിന്ന് ഭൂമിയിൽ നമ്മുടെ ഒപ്പം ഇല്ല. ബോബി കൊട്ടാരക്കര, ബാബുച്ചേട്ടനും അന്ന് ചെറിയാൻ എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടായിരുന്നു, ആർക്കിടെക്റ്റ് ചെറിയാൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ട്രിവാൻഡ്രത്ത്. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ യാത്ര ചെയ്ത് അവിടെ ചെല്ലുന്നു. ഡൽഹി പോയി രഞ്ജിത്ത് ഹോട്ടൽ എന്ന് പറഞ്ഞ ITDC ഒരു ഹോട്ടലിൽ താമസിക്കുക. അങ്ങനെ എൻ്റെ ആദ്യ സീൻ ഷൂട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഞാനൊരു ബസ്സിൽ വന്ന് ഇറങ്ങുമ്പോൾ ഒരു പാട്ടിൻ്റെ ഭാഗത്ത് എന്നെ റിസീവ് ചെയ്യാനായിട്ട് ശാരദ ചേച്ചിയും പ്രിയാരാമനും സുചിത്രയും. ഇത് ആ പാട്ടൊന്ന് പാടിയ നോവുമിട നെഞ്ചിൽ, ബാക്കി ലൈൻ വന്നില്ല. അപ്പോൾ ഞാൻ അന്നവിടെ ഷൂട്ടിങ്ങിന് ഇന്ത്യ ഗേറ്റിൻ്റെ താഴെയാണ്, ഈ ഇന്ത്യ ഗേറ്റിൻ്റെ മുൻവശത്തുള്ള. സ്ട്രെസ് ഉണ്ടായിരുന്നു? അല്ല, ഇത് സ്ട്രെസ് അല്ല, ഇത് എനിക്ക് എന്താ എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ശാരദ ചേച്ചി പറഞ്ഞു, ശാരദ ചേച്ചിയുടെയും ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഡൽഹിയിൽ അന്ന് ഞാൻ NCCയുടെ പരേഡിന് 1983 ഡിസംബറിൽ ഞങ്ങൾ പോകുന്നു. 84 ജാനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡിന് ഞാനും സെലക്റ്റായി. അതിന് പോയപ്പോൾ ഞങ്ങൾ ഇന്ത്യ ഗേറ്റ്, അതായത് വിജയ് ചോക്കിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വരെയാണ് ഞങ്ങൾ നടക്കുന്നത്. നമ്മൾ TV യിലൊക്കെ കാണുന്ന മാർച്ചുണ്ടല്ലോ, അതിൽ NCCയിലെ നേവൽ വിങ്. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ 1.5 മാസം മുമ്പ് അവിടെ നിന്ന് പോവും. അവിടെ ചെന്ന് നമ്മൾ പരേഡ് കഴിഞ്ഞ് തളർന്നു കഴിയുമ്പോൾ 2 സൈഡിലും പുൽത്തകടികളുണ്ട്, അവിടെ ഇരിക്കും. അന്ന് കിട്ടുന്ന വെച്ചാൽ ഒരു ചോക്ലേറ്റ് മിൽക്കും, അന്ന് ഡൽഹിയിലെ ഇവിടുത്തെ മിൽമ എന്ന് പറയുന്ന അവിടുത്തെ ഏതോ ഒരു കമ്പനിയുടെ ഇതും ഒരു ബണ്ണും കിട്ടും.
ഞങ്ങളുടെ അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെങ്കിൽ വിശന്ന് തളർന്നു വന്നിട്ട് ഇത് കിട്ടുമ്പോൾ പിന്നെ ഇല്ല, അത് കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പിൽ പോകണം. അപ്പോൾ എൻ്റെ ഓർമ്മ മുഴുവൻ ആ സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അവിടെ റെയിലിങ്സ് ഉണ്ട്, നമുക്ക് ഇരിക്കാം, പൈപ്പ് ഇങ്ങോട്ട്. ഞാൻ ഈ പൈപ്പിൻ്റെ മോട്ടിൽ ഇന്ത്യ ഗേറ്റ്, ഈ പഴയ ഓർമ്മകളൊക്കെ. അപ്പോൾ ശരത് ചേച്ചി പറഞ്ഞു ഇന്നലെ ഷൂട്ട് ചെയ്തപ്പോൾ അപ്പോൾ അങ്ങ് ദൂരെ പ്രൊഡ്യൂസർ, ഡയറക്ടർ, മറ്റവരൊക്കെ മെയിൻ ആൾക്കാരൊക്കെ ഇരിക്കുക. ഞാൻ ഇവിടെ ഇത് മുഴുവൻ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു അനക്കം കേട്ടു. ശരത് ചേച്ചിയുടെ കാറ് വരുന്നു, ഇറങ്ങുന്നു. അപ്പോൾ അവിടെ കുറേ സ്വീകരണമൊക്കെ കൊടുത്തു, കാരണം ചേച്ചിക്ക് ഒരു ഷോൾ ഇട്ട് കൊടുത്തു, തണുപ്പാണ്, ഒരു ബൊക്കെയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ സംസാരം കഴിയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങോട്ട് കൈ ചൂണ്ടുന്നുണ്ട് എൻ്റെ ഭാഗത്തേക്ക്. അപ്പം ഞാനിങ്ങനെ പതുക്കെ നോക്കി, ഇന്ത്യ ഗേറ്റാണ് എൻ്റെ പുറകിൽ. അപ്പോൾ ഇന്ത്യ ഗേറ്റിനെ പറ്റി എന്ത് സംസാരിക്കാനായിരിക്കും? അപ്പോൾ അവിടെ നിങ്ങളുടെ നടന്ന് വരാൻ നിൽക്കും. ശരത് ചേച്ചി നടന്നു തുടങ്ങി. അപ്പോൾ ആരൊക്കെ കൂടെ വരാൻ പോയപ്പോൾ വരണ്ട എന്ന് പറഞ്ഞു. എൻ്റെ അടുത്തോട്ട് വരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ സിനിമയെ കണ്ടിട്ടുണ്ട്, എൻ്റെ അച്ഛനൊക്കെ വളരെയധികം ആരാധിച്ചിരുന്ന നടീനടന്മാരിൽ ഒരാളാണ്. ഞാൻ പതുക്കെ റെയിലിങ് താഴെ ഇറങ്ങിയപ്പോൾ ശരത് ചേച്ചി അടുത്തോട്ട് എത്തിയിട്ട് ചോദിച്ചു, കിച്ചു. ഞാൻ ഞെട്ടി. അതെ ആ. അപ്പോൾ ഷോൾ എടുത്ത് ഇങ്ങനെ എൻ്റെ പുറത്തിട്ട്, ബാ നമുക്കൊന്ന് നടക്കാം, എന്നെ കൊണ്ട് നടക്കുക. അപ്പോൾ കിച്ചുവിന് എന്നെ അറിയില്ല, എനിക്കറിയാം, അറിയാം നടിയെന്നറിയാം. അല്ലാതെ പലരും ഇവിടെ ചോദിക്കും എങ്ങനെ നിങ്ങൾക്ക് പരിചയം എന്നൊക്കെ. പറഞ്ഞേച്ചാൽ മതി, ഫാമിലി ഫ്രണ്ടാണ്, അച്ഛനും അമ്മയൊക്കെ അറിയായിരുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും എങ്ങനെ പരിചയപ്പെടാൻ സാധ്യതയില്ലല്ലോ. അതൊന്നും സാരമില്ല. ഇന്നലെ രാത്രി ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ താമസിച്ചത് ദൂരദർശൻ ഡയറക്ടറിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണൻ രാഗിണി അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു കിച്ചു അവരുടെ കുടുംബത്തിൻ്റെ അംഗത്തെ പോലെയാണ്, മോനെ പോലെയാണ്. ശരത് ചേച്ചി അവിടെ ചെല്ലുമ്പോൾ കിച്ചുവിനൊന്ന് നല്ല കെയർ കൊടുക്കണം, കാരണം ആദ്യമായിട്ട് അഭിനയിക്കുകയില്ല. പിന്നെന്താ, എൻ്റെ വീട്ടിൽ എൻ്റെ മോനെ പോലെ നിങ്ങളല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതെൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കൂടെ നടന്നോണം, എൻ്റെ കൂടെ ഇരുന്നോണം, അങ്ങോട്ടും ഇങ്ങോട്ട് പോകരുത്, വരാൻ പറഞ്ഞു. എനിക്ക് ഇതായി, ടെൻഷനായി. ഫസ്റ്റ് സിനിമ, പ്രൊഡ്യൂസറും ഡയറക്ടറൊക്കെ അടുത്ത് പോയി കസേരയിലൊക്കെ. എനിക്ക് സുരേഷ് ചേട്ടനെ അറിയാം, എൻ്റെ അജീവഞ്ചലിനെ ഒക്കെ നമുക്കറിയാം, എങ്കിലും എനിക്കൊരു ടെൻഷനായി പോയി. ആ കിച്ചു ഇരിക്കേ. അപ്പോൾ സുരേഷ് ചേട്ടനൊക്കെ എന്നെ ഇങ്ങനെ എല്ലാവരും അന്തം വിട്ട് നോക്ക്, ഇതെന്താണ്. അപ്പോൾ എന്തോന്നോ ശരത് ചേച്ചി ഷൂട്ടിന് പോയപ്പോൾ സുരേഷ് ചേട്ടൻ വന്നു, നീ തന്നെ പറയാത്തെ, ശരത് ചേച്ചി അറിയാം. എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫാമിലി ഫ്രണ്ട്. നിന്റെ ഫാമിലി ഏത് ഫാമിലി, നിനക്ക് എവിടെ ഫാമിലി? പിന്നല്ല, സുരേഷ് ചേട്ടൻ എൻ്റെ എല്ലാ വിവരം അറിയാവുന്നില്ലേ. ഞാൻ അല്ല, അത് ഉണ്ട്, ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തോന്ന് പറഞ്ഞില്ല. അപ്പൊ ദൈവാധീനം സുരേഷേ ഇങ്ങോട്ട് പാ. സുരേഷ് മറ്റേ കാര്യം എന്താ? സുരേഷ് അല്ല, നമ്മുടെ മെയിൻ സുരേഷ് വിളിച്ചത്. ആരോ വിളിച്ചു. ഞാൻ അപ്പോഴേ ശ്വാസം വിട്ട്. നമ്മൾ കള്ളം പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, കാരണം അപ്പുറം ഇപ്പുറം അറിയത്തുമില്ല. എന്നാൽ അവർക്കും ഒരു സംശയം, ശാരദ ഇങ്ങനെ ഒന്ന് തോളിൽ കൈയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇവരാരോ ബന്ധു തന്നെയാണല്ലോ. ഞാൻ അന്ന് അനുഭവിച്ചൊരു പ്രഷർ. ഇതൊക്കെ കഴിഞ്ഞ് വളരെ രസമായിരുന്നു ജീവിതത്തിൽ. ശാരദ ചേച്ചി അത് കഴിഞ്ഞ് സിനിമ കഴിയുന്നു, ഞാൻ എപ്പോഴും ബന്ധം വെച്ചുകൊണ്ടിരിക്കും ചേച്ചിയായിട്ട്. അപ്പോൾ ചേച്ചി അന്ന് TDP തെലുങ്ക് ദേശം പാർട്ടിയുടെ ചേച്ചിയുടെ മണ്ഡലത്തിൻ്റെ പേര് മറന്നുപോയി, മറക്കാൻ പാടില്ല. അവിടെ നിന്ന് ചേച്ചി MP ആയിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ എപ്പോഴും ചേച്ചി വിളിക്കും. അപ്പോൾ ചേച്ചി ഡൽഹിയിൽ ഓഫീസ് നമ്പറൊക്കെ തന്നു. അപ്പോൾ ഞാനന്ന് കല്യാണം, ഞങ്ങളുടെ തീരുമാനം എൻ്റെ സിന്ധുവിൻ്റെ, അപ്പോൾ നമുക്ക് വീട് മാറണമെന്നുണ്ട്. അപ്പോൾ ശാരദ ചേച്ചി ആദ്യം പറഞ്ഞു കല്യാണത്തിന് വരില്ല, പക്ഷേ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാറി താമസിക്കണം, അതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാൻ ആലോചിച്ചു മാറാം, പക്ഷെ ഞങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, ഞങ്ങൾക്കൊരു ഫോണും ഇല്ല, ഗ്യാസ് കണക്ഷനും ഇല്ല. അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ അതർ സ്റ്റേറ്റ് MP മാർക്ക് ഇങ്ങനെ അതർ സ്റ്റേറ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ശാരദ ചേച്ചിയുടെ ഓഫീസിൽ വിളിച്ചു. ചേച്ചി ഇങ്ങനെ ചേച്ചി പറഞ്ഞ പ്രകാരം കല്യാണം കഴിഞ്ഞ് വീട് മാറാൻ തീരുമാനിച്ചു, പക്ഷേ അവിടെ എനിക്കൊരു ഗ്യാസ് കണക്ഷൻ ഇല്ല. അപ്പോൾ ഫോണാണ് ചോദിക്കാൻ പോയത്, പക്ഷേ എങ്ങനെ ചോദിക്കാം, അന്നൊക്കെ ഫോണിന് വലിയ കോസ്റ്റ്ലി സംഭവം, വളരെ കുറച്ച് വീടുകളിൽ മാത്രം 30,000 രൂപയൊക്കെ കിട്ടണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അതെന്താ കിച്ചു, അത് ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഒരു PA കൊടുക്കാം, അഡ്രസ്സൊക്കെ കൊടുക്കൂ. അപ്പോൾ അഡ്രസ്സ് കൊടുക്കുന്നു, ഡബിൾ ഗ്യാസ് കണക്ഷൻ കിട്ടും കേട്ടോ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അടുത്തത് നമ്മുടെ മനസ്സ് വായിക്കുന്ന, നമ്മൾ തമ്മിൽ അടുപ്പവും സ്നേഹമാകുമ്പോൾ കിച്ചു പിന്നെ ഒരു കാര്യം ചെയ്യൂ, പോയി ഒരു ഫോണിന് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ പേപ്പർ കൂടി എനിക്ക് അയച്ചു തരൂ, ഞാൻ കിച്ചുവിനൊരു ഫോണും തരാം. ഞങ്ങൾക്കന്നുണ്ടായൊരു സന്തോഷമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മളന്ന് പഠിച്ചതെന്ന് വെച്ചാൽ നമ്മളും മറ്റുള്ളവരെ കഴിവതും സഹായിക്കുക. കാരണം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതായത് അന്ന് ശാരദ ചേച്ചി പറഞ്ഞു കിച്ചുവിന് ഫോൺ കിട്ടിയോ, ഐ എം സോ ഹാപ്പി, കിച്ചു വരെ ഫോൺ കിട്ടിയതും പറ്റിയില്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. പിന്നെ നമ്മളും അത് പഠിച്ച്, അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ കൊടുക്കുന്നതിൻ്റെ സന്തോഷം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവിടെ അതൊക്കെ ഞങ്ങൾക്ക് വലിയൊരു പാഠമായിരുന്നു. എന്ത് പറയുന്നത്, അന്നത്തെ കാലത്തൊരു വലിയൊരു അത്ഭുതമായിരുന്നു സംഭവം. ലാൻഡ് ഫോൺ കണക്ഷൻ. ഇങ്ങനെ ശാരദ ചേച്ചിയെ പറ്റി എത്ര അത് കഴിഞ്ഞിട്ടും ശാരദ ചേച്ചി എൻ്റെ അടുത്തൊരു കഥ പറയുമായിരുന്നു. അന്ന് ഒരു കാലത്ത് ശാരദ ചേച്ചി വളരെ പോപ്പുലറായ അവാർഡൊക്കെ കിട്ടിയപ്പോൾ ഇവിടെ മലയാളത്തിൽ ഇവിടെ ആലപ്പുഴ കണ്ട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ശാരദ ചേച്ചി കാണാൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലുങ്ക് സംസാരിക്കുന്ന ഒരു പ്രൊഡ്യൂസറും
അയാൾ ഇവിടെ വന്നു. അപ്പോൾ അയാൾക്ക് ശാരദ മലയാളിയായ ശാരദയടുത്ത് എങ്ങനെ ഇനി തെലുങ്കനായ ഒരാൾ, അയാൾ മലയാളവും തെലുങ്കും അറിയാവുന്നവരുടെ എവിടെ നിന്നോ വാടകയ്ക്കൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന് സംസാരം തുടങ്ങി. അപ്പോൾ അയാൾ മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇയാൾ തെലുങ്കിൽ പറയും, അയാൾ മലയാളത്തിൽ ശാരദ ചേച്ചി പറയും. അപ്പോൾ ശാരദ ചേച്ചി പറഞ്ഞു, നിങ്ങളെന്തിനാ ഇയാളെ കൊണ്ട് മലയാളം പറയിപ്പിക്കുന്നത്? ശാരദ ചേച്ചി തെലുങ്കിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അറിയുന്നത് ഇവർ മലയാളിയല്ല, തെലുങ്കിൽ നിന്ന് വന്ന് മലയാളത്തിൽ അഭിനയിച്ച് അവാർഡ് വാങ്ങിച്ചതാണെന്ന് ആ തെലുങ്കൻ അപ്പോഴാണ് അറിയുന്നത്. ഇതൊക്കെ ശാരദ ചേച്ചി പറയായിരുന്നു. ചേച്ചി എന്ത് രസമായിട്ടാ ചേച്ചിയും ശ്രീവിദ്യ ചേച്ചി അത്ര ഒരു മലയാളിത്തം ചേച്ചിയിലുണ്ട് കാണാനും. ഒപ്പം ഇവിടെ വരുമ്പോൾ എവിടെയെങ്കിലും വേദിയിൽ സംസാരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറയും, ഒന്ന് ഹോട്ടൽ വരെ വിരമിച്ചു എൻ്റെ അടുത്ത് ചോദിക്കുക എഴുതിയിരിക്കുന്നത് ശരിയാണോ? എൻ്റെ അത് ചേച്ചി വായിച്ചു. അപ്പോൾ ചേച്ചി തെലുങ്കിൽ ഇംഗ്ലീഷിലോട്ട് എഴുതുന്നുണ്ട്, എന്നെ കൊണ്ട് ചേച്ചി വായിപ്പിക്കും, മലയാളം പറഞ്ഞ് ഇത് ശരിയാണോ വിച്ചു. അത്ര മാത്രം എഫേർട്ട് എടുക്കും മലയാളം സംസാരിക്കാൻ. എന്ത് നല്ല ഭാഷയാണ് മലയാളം. അപ്പോൾ ഞാൻ ചോദിച്ചാൽ നമ്മുടെ ഇവിടെ ഉള്ളവർക്കാണല്ലോ മലയാളത്തിനോട് ഒരു പുച്ഛം അല്ലെങ്കിൽ മലയാളം അറിയാതെ വരുന്നത്. ഇതുപോലെ ശ്രീവിദ്യ ചേച്ചി രണ്ടുപേരും ഈക്വലി അസാമാന്യമായി മലയാളം സംസാരിക്കും രണ്ടുപേരും. അപ്പോൾ അതൊക്കെ നമുക്കൊരു പ്രചോദനമാണ്. 10 പേരത്ത് പറയും, നമുക്ക് 10 ഭാഷ പറയാൻ പറ്റിയ ഭാഗ്യം, ഇഷ്ടവുമാണ്. പക്ഷെ എപ്പോഴും മാതൃഭാഷ, എനിക്കൊന്ന് മാതൃഭാഷ നല്ലതുപോലെ പഠിക്കാൻ പറ്റിയാൽ മറ്റ് ഭാഷകളും എനിക്ക് തോന്നുന്നു പഠിക്കാൻ ഈസി ആയിരിക്കാം. എനിക്കറിയത്തില്ല. പിന്നെ ഇരുന്നിട്ട് നടുവ് ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസത്തെ ജിമ്മിൽ പോക്ക് ഉണ്ടാക്കിയൊരു പ്രശ്നം. കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നു. ഈ ജിമ്മിലൊക്കെ പോകുമ്പോൾ പ്രോബ്ലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പൂപ്പനായി 57 എന്നറിയാമെങ്കിലും പലപ്പോഴും മറക്കും. നമ്മുടെ മനസ്സിലൊരിക്കലും 57 തോന്നുന്നല്ലോ. നിനക്കിപ്പോൾ എത്ര തോന്നുന്നുണ്ട്? 28. ആ, എനിക്ക് അത്രയും പോലും തോന്നുന്നില്ല. അതാണ് കുഴപ്പമില്ല. കുഞ്ഞിൻ്റെ 28 അപ്പോഴും അവൾക്ക് ഇനി 28 തോന്നുള്ളൂ. എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അത് കൊള്ളാം. അല്ല, അത് ഈ ജിമ്മിൽ പോകുമ്പോഴത്തെ കുഴപ്പം വെച്ചാൽ അപ്പുറം ഇപ്പുറം നിന്ന് കൊച്ചു പിള്ളേർ വലിച്ചു വാരി വെയിറ്റ് എടുക്കുമ്പോൾ നമുക്കും തോന്നും. നമ്മളും ട്രെയിനർക്ക് പറയും നമുക്കൊന്ന് എടുത്ത് നോക്കാമല്ലേ. കഴിഞ്ഞ ദിവസം പറ്റിയത് അല്ലേ, ഒരു വെയിറ്റ് എടുത്തിട്ട് ഇരുന്ന് എനിക്കൊരു സാധനമുണ്ട്. അപ്പോൾ സാധാരണ എന്നും പുള്ളി എനിക്ക് എടുത്ത് തരും, ഞാൻ എടുക്കുക വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞിട്ട് കുനിഞ്ഞ് വെയിറ്റ് എടുക്കരുത്, വലിക്കരുത്, തള്ളിക്കോ, നടുവടിക്കുന്നുണ്ട്. അങ്ങനെ അത് എടുത്ത് പൊക്കി നടുവിന് ചെറിയൊരു മിന്നലെന്നൊക്കെ പറയും, അതുപോലെ വന്ന് തുടങ്ങിയത് വെയിറ്റ് ഇട്ട് കളഞ്ഞു. അപ്പം തന്നെ ഐസ് വെച്ചു. അതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് ഒന്ന് മിണ്ടാതിരുന്ന് കുറച്ചൊന്ന് തടവി ഒന്ന് പോകാമെന്ന് ചോദിച്ചു. കാരണം വർഷങ്ങൾക്ക് മുമ്പ്, അപ്പോൾ എൻ്റെ ചെറു പ്രായത്തിൽ ആ സ്കൂൾ ഫോട്ടോ ഇരിപ്പുണ്ട്, ഇതിനകത്ത് പറ്റിയത് ഇടണം. എനിക്ക് കഴുത്തിനും നടുവിനും പ്രോബ്ലം ഉണ്ടായിരുന്നു. പലപ്പോഴും എണീക്കുമ്പോൾ രാവിലെ കഴുത്തിങ്ങനെയായി പോകും, നൂരത്തില്ല, പെഡലി. അതുപോലെ തന്നെ നടുവേദന വരുമ്പോഴും ഞാൻ എപ്പോഴും ഒരു ഡോക്ടർ ഓർമ്മിക്കും, ചെറിയാൻ തോമസ്. പലരും നിങ്ങൾ ആ ഡോക്ടർ ചികിത്സയ്ക്ക് പോയിക്കാണ്. ഇവിടെ മെഡിക്കൽ കോളേജിലുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ SP ഫോർട്ടിലുണ്ട്. എന്താണ് ഈ ഓർത്തോ ഏരിയയിലെ ഒരു എക്സ്ട്രാordinary ഡോക്ടറാണ് ചെറിയാൻ ഡോക്ടർ. പക്ഷെ ഞാൻ ചെറിയാൻ ഡോക്ടർ ഓർക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അന്ന് കുമാരപുരത്ത് ആണ് താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോകും ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ പ്രത്യേകത, ചികിത്സയ്ക്കൊപ്പം അദ്ദേഹം സംസാരിക്കും, നല്ല ഹ്യൂമർ സെൻസാണ്. അപ്പോൾ പുള്ളിയുടെ തന്ന എൻ്റെ എക്സ്റേ കൊണ്ട് കാണിച്ചു. പുള്ളിക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കൃഷ്ണകുമാറേ, ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ബാക്കിന്, പക്ഷേ നിങ്ങൾ ചെറിയ ഒന്ന് തടവിയും ചൂട് പിടിച്ചൊക്കെ അങ്ങ് പോവുക. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ ഈ സർജറിക്കൊന്നും പോവുകയോ ചെയ്തത് ഒരിക്കലും. കാരണം ഞാനിത് മൊത്തം നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, കൃഷ്ണകുമാർ അതീവ ഭാഗ്യവാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം, അതായത് കൃഷ്ണകുമാർ ഒരിക്കലും ലൈഫിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ട്, മരണം വരെയും ഈ നടുവേദന കൂടെ ഉണ്ടാകും. വളരെ കറക്റ്റാണ്. ഞാൻ എപ്പോഴൊക്കെ നടുവേദന വരുമോ അപ്പോഴൊക്കെ അദ്ദേഹത്തെ ഓർക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇരിക്കാൻ വയ്യ. അതായത് അദ്ദേഹം അത് അസാമിൻ്റെ ഡോക്ടറെ കണ്ടുപോയിട്ട് വലിയ ഇതിനൊന്നും പോകാതിരിക്കുക, ചെറിയ തടവും മറ്റേതൊക്കെ ആയിട്ട് പോവുക. കാരണം നീ പോലും എൻ്റെ കൂടെ ഇത്ര നാൾ ജീവിച്ചിട്ടില്ല, ഇത് എത്ര നാളെ എൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയോ? പിന്നെ അതെ, എപ്പോഴും നമുക്ക് ഒറ്റയ്ക്കുന്നുള്ളൊരു തോന്നലേ വരത്തില്ല. ജിമ്മിൽ ഞാനും വെയിറ്റ് എടുക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല. 2-3 കിലോ എടുക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ നല്ല 25 എടുക്കണുണ്ട്, 30 എടുക്കണുണ്ട്. അതൊക്കെ അവർ നിങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നു. അല്ല, ഞാൻ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ആണല്ലേ? ഞാൻ നന്നായിട്ടെല്ലാം ചെയ്യണേ. എന്തോ ചെയ്യുന്നു നീ വെയിറ്റ് വെച്ച്? ഞാൻ പലതും ചെയ്യും. കിച്ചു ഞെട്ടാൻ പോണതേ ഉള്ളു. നീ ഇത് പറഞ്ഞു തന്നെ ഞാൻ എത്ര തവണ ഞെട്ടിയിട്ടുണ്ടെന്ന് അറിയോ? എന്താ നിന്റെ പറച്ചിൽ കേട്ടാ ഞെട്ടുന്നല്ല, ഞാൻ ഒന്നും കാണാറില്ല. നീയല്ല പറഞ്ഞ ഞാൻ ഞെട്ടും. കുറച്ചു ദിവസം കഴിയട്ടെ, ആരുടെ വയറ് ആദ്യം പോകുന്നു നോക്കാം. അതാണ്. ഒന്നും പറയാനില്ല. ഈ പ്രായം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ ചോദിച്ചില്ല, നമുക്ക് 28 എന്നെ കണ്ട എത്ര തോന്നും? എന്നെ കണ്ട എത്ര വയസ്സ് തോന്നും? ഒരു 35 വേണമെങ്കിൽ പിടിച്ചു വയ്ക്കാം.
ഓ അതിപ്പോൾ നിനക്കപ്പോൾ എന്നെക്കാൾ പ്രായം കുറവായതുകൊണ്ട് അത്രയും കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ 35 അപ്പോൾ നിനക്ക് അങ്ങനെയൊന്നുമില്ല, 30 ഞാൻ ആ പറയും. മത്സരത്തിലില്ല. ഇതിലൊരു ഇന്നും ആക്ച്വലി എനിക്ക് വിഷമം തോന്നിയെന്നറിയോ, ഇന്ന് അമ്മ ഒരു മെസ്സേജ് ഇട്ടു. അമ്മുവിൻ്റെ ഫ്രണ്ടിൻ്റെ Oh, that's really sad. നിവേദ, നിങ്ങളൊക്കെ കണ്ടു കാണാം അമ്മുവിൻ്റെ വീട്ടിൽ. നിവേദയുടെ അച്ഛൻ ഇന്ന് പെട്ടെന്ന് എന്തോ വൊമിറ്റ് ചെയ്തു, വീണു, മരിച്ചു, അറ്റാക്കാണെന്ന് പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോണ്ടല്ലോ എന്തിനാണെന്നൊരു പ്രായം ചോദിച്ചത്. ഈ പുറമേ നമ്മളിപ്പോൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ അതും ഇതുമൊക്കെ കാണിച്ച് പിടിച്ച് നമ്മളൊരു 45 പിടിച്ച് നിർത്താമെന്ന് വെച്ചോ. പക്ഷെ ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായം നമ്മുടെ അകത്ത്, ശരീരത്തിനകത്ത് ഉള്ള അവയവങ്ങൾക്ക് പ്രായം എത്രയും നമുക്കറിയില്ല. നമ്മൾ പുറത്തൊക്കെ പിടിച്ചു നിൽക്കും, അകത്ത് ഇപ്പോൾ എനിക്ക് പുറത്ത് എൻ്റെ പ്രായം 57, പക്ഷെ അകത്ത് ഒരു 35 ഞാൻ സൂക്ഷിച്ച് നിർത്തിയിരിക്കുന്നതെങ്കിൽ കൊള്ളാം. അകത്തൊരു 75 എന്ത് ചെയ്യാൻ പറ്റും? അവിടെയാണ് പ്രശ്നം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാ അളവിലും കിട്ടുമ്പോൾ കൊതിന് മുമ്പിൽ ഓരോരുത്തരോരോന്ന് കൊണ്ട് വയ്ക്കും. ഞാൻ കണ്ടു വൈകുന്നേരം പിസ്ത തിന്നുന്നത്. ഞാൻ ഒറ്റയ്ക്കല്ല, അല്ല, ഞാൻ വനിത ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു, ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ 5-6 എണ്ണ എടുത്തോളൂ. കിച്ചു ഒരുപാട് കഴിച്ചു. ഡേ ഈ 5-6 എന്ന് പറഞ്ഞ് നിനക്ക് തോന്നുന്നതാ? അല്ലല്ല, ഞാൻ ഇപ്പോൾ പോലും അറിയില്ല 5 ആണോ 6 ആണോ. 6 കിച്ചു കഴിക്കുന്ന ഞാൻ കണ്ട്, ഒരു ലിമിറ്റ് ഇല്ലാതെ. അപ്പുറത്തുള്ളവരുടെ കുറ്റമേ കാണുന്നുള്ളൂ, ഇന്ന് ഉച്ചയ്ക്ക് നമ്മളത് കാണുന്നില്ല. നീ എന്നും ഒരു കാര്യം ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് രജിത്തിന്റെ ഫുഡ് കഴിച്ചോ ഓഫീസിലാക്കിയ ഫുഡ് കഴിച്ചോ? എന്തായിരുന്നു ഇന്നത്തെ ഫുഡ്? നല്ല സംഭവമായിരുന്നു. ഇന്ന് ഒരു ഫ്രൈഡ് റൈസിൻ്റെ ബിരിയാണിയുടെ ഇടയ്ക്കുള്ളൊരു പരുവം, ചിക്കൻ എന്തോ ഒരു പ്രത്യേക രീതിയിൽ ആക്കിയിട്ടുണ്ടായിരുന്നു, കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഉണ്ടായിരുന്നു. ബ്യൂട്ടിഫുൾ സാധനം. അത് നമ്മുടെ വയറ് നിറയുകയും ചെയ്തു. പിന്നെ വിശക്കത്തുമില്ലല്ലേ? വെരി ടേസ്റ്റി. അല്ല ഒരു കാര്യം, ഡെഫിനറ്റ്ലി നമ്മൾ വ്യായാമം ചെയ്തിട്ട് ഫുഡിനെ പറ്റി അന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതാ 70-30. ഭക്ഷണമാണ് 20% കുഴപ്പിക്കുന്നത്. ഭക്ഷണം കട്ട് ചെയ്യുക, അതിനു വേണ്ടി നമ്മൾ ശരിയായ രീതിയിലൊരു മനക്കട്ടി വേണം. വേണ്ട എന്ന് തോന്നിപ്പിച്ചാൽ നല്ല കാര്യം. അവിടെയാണ് വിഷയം. ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ആരോ എഴുതിയിട്ടുണ്ടായിരുന്നു ഓരോ സിനിമയുടെ എക്സ്പീരിയൻസസ് പറയണം എന്നൊക്കെ. അവിടെ നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന പല എപ്പിസോഡുകളിലും കിച്ചുവിൻ്റെ വളരെ നന്നായിട്ട് പോയ ചില സിനിമ, നന്നായിട്ട് ഓടിയ സിനിമകൾ, ജനങ്ങൾക്ക് കുറച്ച് താല്പര്യമുള്ള സിനിമകൾ, അങ്ങനത്തെ കുറച്ച് സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെ ഒരു ഷൂട്ടിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസസ് ആൻഡ് ഓൾ ദാറ്റ് നമുക്ക് ഷെയർ ചെയ്യാം. ഒന്ന് ഓർത്ത് വെക്കണം, എല്ലാം മറന്നു പോയി. കാരണം വെച്ചാൽ നമ്മളങ്ങനെ സിനിമയിൽ കുറേ കാലമായി. പക്ഷെ അങ്ങനെ എന്നാലും ഡെഫിനറ്റ്ലി ചെറിയ വേഷം ചെയ്താൽ വലിയ വേഷം ചെയ്താലും സെറ്റിൽ പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറേ അധികം അനുഭവങ്ങളുണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നവരെല്ലാവരെയും നാട്ടുകാരറിയുന്നവരാണ്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, തിലകൻ ചേട്ടൻ, ഇപ്പോൾ അങ്ങനെ കുറേ പേർ, അവരുടെയൊക്കെ അഭിനയത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അതുവരെ നമ്മൾ വിചാരിച്ചത് നമ്മൾ അഭിനയിക്കുന്നു, നമുക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് മനസ്സിലായ പല ഘട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഒരിക്കലും ഒരു സീരിയൽ ചെയ്യും തിലകൻ ചേട്ടനുമായിട്ട്. അപ്പം അദ്ദേഹം ഒരു തേടി ആണല്ലേ, അംബിക ചേച്ചിയെ കൊള്ളല്ലേ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് സ്നേഹമായി. കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം എടുത്തോട്ട് കൃഷ്ണമാറിയേ, അഭിനയത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ബേസിക് ഒരു കാര്യം പറഞ്ഞുതരാം, അത് എന്നും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താണ് ചേട്ടാ ചെയ്യേണ്ടത്? അതായത് ഈ നമ്മളൊരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് ഡയലോഗിൻ്റെ ഭാഗത്ത് അഭിനയിക്കാതിരിക്കുക. ഡയലോഗും അടുത്ത ഡയലോഗ് ഇതിനിടയിലുള്ള ഗ്യാപ്പിൽ എന്താണെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യാറ്, കൂടുതലോ കുറവോ നിങ്ങളുടെ ഒരു അളവിന്. ഈ ഡയലോഗ് പറയുമ്പോൾ അത് സ്ഫുടമായും ക്ലിയറായിട്ടും അതിൻ്റെ ഒരു മോഡുലേഷനിൽ പറഞ്ഞിട്ട് ഡയലോഗിൻ്റെയും ഇടയിൽ, ഞാനിപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് ഇത് സംഭവിച്ചത്, അപ്പോൾ ഈ ഗ്യാപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഭിനയിക്കുക. ഞാനത് പറയാൻ ആർക്കെങ്കിലും അഭിനയിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇത് എൻ്റെ അഭിപ്രായമല്ല, മഹാനടനായ ശ്രീ തിലകൻ അദ്ദേഹം പറഞ്ഞു തന്നൊരു കാര്യമാണ്. വളരെ എഫക്റ്റീവാണ് ആ കാര്യം. അഭിനയിക്കുമ്പോൾ ധൃതി പിടിക്കണ്ട, ആ ഗ്യാപ്പിൽ മാത്രമേ റിയാക്ട് ചെയ്യാവൂ. ഡയലോഗ് സമയത്ത് അധികം റിയാക്ട് ചെയ്യാതിരിക്കുക, വളരെ വലിയൊരു പോയിൻ്റ്. ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മളൊക്കെ ബൈ ആക്സിഡൻറ്റ് നടന്മാരായിപ്പോയതോ. ചിലർ ജനിക്കുമ്പോഴേ എഴുതിയിട്ടുണ്ട്, ഇൻബോൺ ടാലൻ്റ്. അവർ അത്ര ഒടുവിലുണ്ണി കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കൂടെ സുഹൃതം എന്നൊരു സിനിമ ഇന്നും ഓർമ്മയുണ്ട്. ചുമ്മാ തിരിഞ്ഞിങ്ങനെ പോയിട്ട് നിങ്ങൾ ഒരുമിച്ച് ആഡ് ചെയ്തില്ലേ മിൽമയുടെ? അയ്യോ അധികം മറന്നു, എന്ത് രസം. അതിന്റെ ഫോട്ടോ ഇരിപ്പുണ്ടോ? എവിടെയോ ഉണ്ട്. അതും കൂടി പറ്റിയ ഈ വ്ളോഗിനകത്ത് ഇരുന്നു. കാരണം അയ്യോ ഇന്ദ്രനായിട്ടല്ലേ? ഇന്ദ്രൻ മറ്റേ വിഷ്ണുവാ അല്ലല്ലോ, അങ്ങനെ എന്തോ സംഭവമായിട്ട് അഭിനയിച്ചത്. ഞാൻ എവിടെ പോയി തപ്പാനാ? എവിടെയോ കാണും. എനിക്ക് ആ ടാസ്ക് തരരുത്, തപ്പിക്കൊണ്ടുവന്നാൽ ഞാൻ ഇട്ട് തരാം. നോക്കാം. ഞാനിതിപ്പോൾ കുറേ സംസാരിക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇങ്ങനെ
നമുക്ക് അവസാനിപ്പിക്കാം. ഇതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു പോയിന്റിൽ ഇഷാനി കയറി തർക്കിച്ചു. അത് ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ഈ നമ്മൾ കർമ്മ എന്ന് പറയുന്നതും ഐൻസ്റ്റീൻ പറഞ്ഞ സയൻസും ഒന്നാണ്. ഇഷാനി ഇവിടുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ കർമ്മയിൽ എന്താ പറയുന്നത്? വാട്ട് യു ഗീവ് വിൽ കം ബാക്ക് ടു യു. എന്ത് കൊടുക്കുന്നു അത് തിരിച്ചു വരും. സയൻസും പറയുന്നത് എന്താണ്? ഐൻസ്റ്റീൻ പറഞ്ഞാൽ എവ്രി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇഷാനി പറഞ്ഞു, അച്ഛാ അതെങ്ങനെ ശരിയാവുന്നത്? ഓപ്പോസിറ്റ് റിയാക്ഷനല്ലേ വരുന്നതെന്ന്. അപ്പം ഞാനത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ബുക്കിനകത്ത് വീണ്ടും 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 എടുത്ത് പല ബുക്കുകളും പഠിച്ചപ്പോൾ അപ്പോഴാണ് എൻ്റെ അർത്ഥം പിടികിട്ടിയത്. അതായത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് കൊടുക്കൽ. അതായത് ഇഫ് യു ആർ ഗിവിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ഗിവ് ടേക്ക് എന്നായിരിക്കാം. പക്ഷേ ഇഫ് യു ആർ ഗിവിങ് യു വിൽ റിസീവ്. ഗിവിൻ്റെ ഓപ്പോസിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് കൊടുക്കുന്നോ അത് നിങ്ങളിലോട്ട് തിരിച്ച് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും ഈക്വൽ അളവിൽ. അതായിരുന്നു അതിൻ്റെ അർത്ഥം, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഞാനും ആലോചിച്ചു, ശരിയാണല്ലോ ഇഷാനി പറഞ്ഞത്, അങ്ങനെ കുട്ടികൾക്ക് തെറ്റായി തോന്നുമല്ലോ. ഇഷാനിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും അവൾ മിണ്ടായിരിക്കും. പക്ഷെ അവൾ ഒന്ന് റെസിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എതിർത്തിട്ട് ചോദിക്കുന്ന സ്വഭാവമുണ്ട്. പക്ഷെ അത് നല്ലതാണ്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നറിയാം. പക്ഷേ എനിക്കത് വളരെ ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ജെന്യൂനായിട്ട് കാര്യങ്ങളെ ചോദിക്കത്തുള്ളൂ. കാരണം അവളുടെ വലിയൊരു ക്വാളിറ്റി വെച്ചാൽ കള്ളം പറയത്തില്ല. ആരെയും സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവൾ പോകാറില്ല. അവളുടെ കൂട്ടുകാർ തന്നെ വളരെ ലിമിറ്റഡാണ്. ഉള്ള കൂട്ടുകാരുമായിട്ട് വളരെ സ്ട്രോങ് അടുപ്പമാണ്. അല്ല, ഓരോരുത്തർ ഓരോ രീതിയിലാണ്. കാരണം ഞാനും അവളൊക്കെ പലപ്പോഴും ഓപ്പോസിറ്റ്സ് ആയിട്ട് തോന്നാറുണ്ട്. കാരണം എനിക്കെന്ന് വെച്ചാൽ ഇങ്ങനെ ആളുടെ വേണം തോളി കയറ്റി ഇങ്ങനെ വ്യാപിച്ച് നടക്കാൻ പറ്റും. അവൾക്കതൊന്നും പറ്റില്ല. ഫോൺ ബെല്ലടിച്ചാൽ ഓടിക്കളയും. വീട്ടിലാരെങ്കിലും ബെല്ലടിച്ചാൽ ഓടിക്കളയും. ഞാൻ നീ എന്നെ ഫോൺ എടുക്കാം വെച്ചാൽ അൺനോൺ നമ്പർ ഞാൻ എടുക്കത്തില്ല. എനിക്ക് പരിചയമില്ലാത്ത ഫോൺ തന്നെ ഞാൻ എടുക്കുന്നത്. അതിശയിച്ചു പോറുണ്ട് ഞാനങ്ങനെ. OTP ആൾക്കാരൊക്കെ തെണ്ടി കിടക്കും. എവ്രിബഡി ഈസ് ഡിഫറെൻറ്റ്, എവ്രിബഡി ഈസ് യുണീക്ക്. ഒരാളെ പോലെ മറ്റൊരാളില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും മറ്റൊരാളാവൻ ശ്രമിക്കുകയേ വേണ്ട. നമുക്കൊരു പാതയുണ്ട്. ഈ പാതയിലൂടെ എനിക്ക് സഞ്ചരിക്കാൻ പറ്റൂ, നിന്റെ പാതയിലൂടെ നിനക്ക് സഞ്ചരിക്കാൻ പറ്റൂ. നിന്റെ പാതയിൽ ഞാൻ കയറാൻ ശ്രമിച്ചാൽ നടക്കില്ല, നിനക്ക് എൻ്റെ പാതയിലും കയറാൻ പറ്റില്ല. നമുക്ക് പലപ്പോഴും തോന്നില്ല അവൻ നമ്മുടെ വെട്ടിക്കയറി, ഒന്നുമില്ല, അതാണ് നമ്മുടെ വഴി, നമ്മളിങ്ങനെ പോകും, അവൻ്റെ പുറകെ വന്നു പോയതേ ഉള്ളൂ. സമാധാനം കിട്ടണോ? നമ്മളെ അങ്ങ് സ്നേഹിക്കുക, ബ്ലൈൻഡായിട്ട് നമ്മളെ അങ്ങ് ബിലീവ് ചെയ്യുക. അതിനകത്ത് അപ്സ് ആൻഡ് ഡൗൺസ് വരും. നിങ്ങളിപ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ കണ്ടില്ല, അപ്സ് ആൻഡ് ഡൗൺസും വന്നു. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പക്ഷേ നിയമം എന്ന് പറഞ്ഞൊരു സാധനം പാലിച്ചേ പറ്റൂ. കോടതിയുടെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്, എല്ലാ തിങ്കളാഴ്ചകളിലും ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ പോയി സൈൻ ചെയ്യണം. നമ്മൾ പോയി സൈൻ ചെയ്യുന്നു. പലരും കേട്ടാൽ എൻ്റെ സുഹൃത്ത് വിളിച്ചത് എന്താ കൃഷ്ണൻ പറയും, നിങ്ങൾ വാദിയല്ലേ? അല്ല, അവർ കൊടുത്ത കേസിലെ പ്രതിയാണ്. ആ കേസ് ഇപ്പോൾ പോവും, അതൊക്കെ. പക്ഷെ അതുവരെയും കോടതിയുടെ നിയമം അതാണ്. കോടതി പറഞ്ഞിരിക്കുന്നത് ഉദ്യോഗസ്ഥർ പാലിക്കണം. നമ്മളുടെ അടുത്ത് അത് പറഞ്ഞാൽ നമ്മളും പാലിക്കുക. അതുകൊണ്ട് അതൊക്കെ അങ്ങനെയാണ്. പലയിടത്തും കയറി ഇറങ്ങിയും ഒക്കെ പോകും. പക്ഷെ അതിലൂടെ നമ്മൾ വലിയ അനുഭവങ്ങളാണ്. നമുക്കിന്ന് ഇവിടുത്തെ പിള്ളേർക്ക് പോലീസ് എന്തെന്നറിയാം, കേസ് എന്തെന്നറിയാം, കോടതി എന്തെന്നറിയാം, പത്രക്കാരും മീഡിയയും എങ്ങനെയാണെന്നറിയാം. എല്ലാം മനസ്സിലാക്കാൻ ഇത്തരം അനുഭവത്തിലൂടെ പോകണം. കുറേ സംസാരിച്ചു. എനിക്ക് വലിയ ഇഷ്ടം തോന്നി. ചില വാക്കുകളൊക്കെ എഴുതി കൃഷ്ണകുമാർ ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഐ ഫീൽ ലൈക്ക് എ തെറപ്പി. പിന്നെ ചിലർ പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് ഐ വാസ് ടോട്ടലി മൂഡ് ഓഫ്. ഇത് കണ്ട ഒരു എനർജി കയറി. ആക്ച്വലി അത് ഈ കൊടുക്കുന്ന പോലെ എനിക്ക് നേരത്തെ പറഞ്ഞില്ല തിരിച്ചു കിട്ടുന്നത്. ഞാൻ ഈ മെസ്സേജ് വായിക്കുമ്പോൾ എൻ്റെ ദേഹത്ത് അത് വല്ലാതെ ഒരു ഉത്തേജനം പകരുന്നുണ്ട്. ഇപ്പം തന്നെ മടി പിടിച്ചാലും ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ നിർബന്ധമായും 2-3 ദിവസത്തിലൊരിക്കും. സിന്ധു ചോദിച്ചു, എന്തോന്ന് കിച്ചു ഡെയിലി ഇങ്ങനെ എടുത്തിട്ടുണ്ട്? ഞാൻ ഡെയിലി ഇരുന്നില്ലല്ലോ. എടുത്ത് എൻ്റെ കൈ 23-ാമത്തെ മിനിറ്റ് 24 മിനിറ്റിലോട്ട് പോകുന്നു. എൻ്റെ കൈ വേദനിക്കുന്നു, എൻ്റെ കഴുത്ത് വേദനിക്കുന്നു. നീ ജസ്റ്റ് ഓൺ ഓഫ് ചെയ്താൽ മതി. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എഡിറ്റ് ചെയ്യണം. ഇനി പുള്ളി പറയണ ഫോട്ടോസ് ഞാൻ ഇനിയിപ്പോൾ തപ്പണം, അതിനെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റണം. ഇത്രയും ത്യാഗം ചെയ്യുന്ന, ഇത്ര സ്നേഹസമ്പന്ന ഒരു ഭാര്യ എവിടെ കിട്ടും? എവിടെ കിട്ടും? എവിടെ കിട്ടുന്നു? അങ്ങനെ കിട്ടാറുണ്ടോ? അയ്യടാ, എവിടെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ പാളയം മാർക്കറ്റിൽ കിട്ടുമോ? പാളയം മാർക്കറ്റിൽ ഇപ്പോൾ ഒക്കെ എല്ലാം റെനോവേറ്റ് എല്ലാം ഇടിച്ചിട്ടേക്കുക. നന്നാക്കട്ടെ. അല്ല, ഞാനൊരു സാധനം വാങ്ങിക്കണം. കടന്നറിയോ, മാർക്കറ്റ് സ്പേസ് നല്ല പോലെ ആക്കാം. അവിടെ വിൽക്കാൻ ഇരിക്കുന്നവർക്കും കംഫർട്ട് വേണം. ആണ് ഞാൻ കഴിഞ്ഞതിൻ്റെ, അതായത് ആദ്യം ഇവിടെ ഇലക്ഷൻ അവിടെ പോകുമ്പോഴൊക്കെ അവരൊക്കെ വന്നൊരു പരാതി പറയുന്നത്. എനിക്ക് അതിലൊരു പരിഹാരവും ചെയ്യാൻ പറ്റില്ല. കാരണം അതിനുള്ള അധികാരം നമ്മളില്ല. അതായത് ടോയ്ലറ്റ് സൗകര്യങ്ങളില്ല. സ്ത്രീകൾ പ്രായം ചെന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയാണ് വന്ന് നിൽക്കാൻ പോയി, അവിടുത്തെ സ്മെല്ലും മറ്റും. ഇപ്പോൾ പുതുതായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും വലിയ സൗകര്യത്തിൽ അവർ കിട്ടട്ടെ എന്ന് എങ്ങനെ ആലോചിക്കും. കാരണം വളരെ ചിലരൊക്കെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിലിരിക്കുന്ന കുറച്ച് പച്ചക്കറിയിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ആലോചിക്കും,
അവരുടെയൊക്കെ ഹോപ്സ് എന്തായിരിക്കും, അവരുടെയൊക്കെ സ്വപ്നങ്ങൾ എന്തായിരിക്കും. കാരണം അവർക്കും സ്വപ്നങ്ങൾ വേണം, അവർക്കും നല്ല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ പറ്റണം, കച്ചവടം ചെയ്യാൻ പറ്റണം, ധാരാളം പണം വരണം. കാരണം അപ്പുറത്ത് ചുറ്റുവട്ടമുള്ള വീടുകളിലൊക്കെ സന്തോഷമുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് നമ്മളിലോട്ട് പടരും. കാരണം ആദ്യമൊക്കെ നമ്മളിങ്ങനെ അപ്പുറം ഇപ്പുറം കുറ്റം കണ്ടുപിടിക്കാൻ വലിയ വാസനയായിരുന്നു, നമ്മൾക്ക് മാത്രം ഇങ്ങനെ ആവണം എന്നുള്ളൊരു തോന്നലുണ്ട്. പിന്നീട് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെ വെള്ളപ്പൊക്കം വന്നപ്പോഴത്തേക്ക്, വെള്ളപ്പൊക്കം ഒരു മോശം സംഭവമാണ്. അതോടുകൂടി അയൽപക്കക്കാർ, അന്ന് ഇവിടെയായിരുന്നു ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ, പോലീസിൻ്റെ ആൾക്കാർ, പലരും വണ്ടി ഇവിടെ ഉയർന്നിരിക്കുന്ന വെള്ളം കയറിയെങ്കിലും എല്ലാവരും ഇവിടെ വരുമ്പോഴത്തേക്ക് അതോടെ ഭയങ്കര സ്നേഹമായി അയൽപക്കമായിട്ട്. അപ്പോൾ അവരും നമ്മളും, കാരണം അപ്പുറത്ത് തന്നെ നമ്മൾ എന്ത് വിഷമിച്ചു, അപ്പുറത്തെ വീട്ടിൽ വെള്ളം കയറിയിട്ട് അവിടെ ഈ എന്തിനു പറഞ്ഞ എക്കൽ എന്നും കണ്ട് പറഞ്ഞ് മണ്ണ് ഒന്നടി, മണ്ണിച്ച് തരി മണ്ണിച്ച് ഫൈൻ മണ്ണ് ഒരു 1.5 അടി പൊക്കത്തിൽ വന്ന് അത് കുത്തി ഇളക്കി കളയാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. അപ്പോൾ വല്ലാതെ വിഷമിച്ചവരൊക്കെ. അതുകൊണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ ഹാപ്പിനെസ് വന്നാൽ എത്ര സുഖമാണ്. അതുകൊണ്ട് അത് വരുന്നില്ലെങ്കിൽ പറ്റുന്ന രീതിയിൽ നമ്മളും കൂടി ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുക കുറച്ച് ഹാപ്പിനെസ്സിനായിട്ട്. എനിവേ, ഇനി കൂടുതൽ സംസാരിക്കില്ല. താങ്ക് യു സോ മച്ച്. ക്ലൈമാക്സ് എന്തെങ്കിലും സംസാരിച്ച് നിർത്തും? ക്ലൈമാക്സ് അല്ല, ഇത് കഴിഞ്ഞിട്ട് എന്താ 3-4 ദിവസം, ഇന്നലെ കഴിഞ്ഞ ദിവസം നീ എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാനൊന്നും എടുത്തില്ല, ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതിനകത്തുണ്ട്. ഞാൻ ഡിലീറ്റ് ആക്കി. അസൂയ, കഷണ്ടി, ഇങ്ങനെ 3-4 സംഭവങ്ങൾക്ക് മരുന്നില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ കഷണ്ടിക്ക് വരെ ആയി. ഇനി അസൂയക്കേ ഉള്ളൂ മരുന്ന് ഇല്ലാത്തത്. നിനക്കത് എന്തെങ്കിലും കിട്ടും, ഞാൻ മാറ്റിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ? ഇന്നത്തെ ദിവസം ട്യൂസ്ഡേ. അപ്പോൾ ഞായറാഴ്ച ഒരു വ്ളോഗ് ഇട്ടു, ഇന്നിപ്പോൾ ട്യൂസ്ഡേ. ഇന്ന് എഡിറ്റ് ചെയ്ത് നാളെ ഇടാം അല്ലേ? ഇന്ന് രാത്രി ഇടാം. എന്നാ ഫോട്ടോ ഒക്കെ ഓടിപ്പോയി പറക്കിക്കൊണ്ടുവാ. ആഹാ, കറികളൊന്നും ഇല്ലല്ലോ. കറികളുടെ ഇടയിൽ പെട്ടുപോയി. എല്ലാം ടേസ്റ്റുള്ള സൂപ്പർ കറികൾ. നല്ല ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം പ്ലസ് എനർജി. അതുകൊണ്ടാണ് വിശന്നിരിക്കുന്നവർക്ക് നല്ല പോലെ ഭക്ഷണം കൊടുത്തു വെച്ചാൽ മതി. വളരെ വളരെ സന്തോഷവും ഒരു സുഖത്തോടും കൂടി അവർ പോകും. നമുക്ക് കൊടുക്കുന്ന നമുക്ക് വളരെയധികം സന്തോഷം കിട്ടും. പണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്തും അമ്മ കൊടുക്കാൻ പറയും, ഉള്ളതിൻ്റെ ഒരു അംശം കൊടുക്കടാ, ഉള്ളതിൻ്റെ ഒരു അംശം കൊടുക്കും. അതെങ്ങനെ കടന്നു പോകും. നമ്മൾ എവിടെയൊക്കെ പോകുമ്പോഴും എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഭക്ഷണത്തിന് എൻ്റെ ജീവിതത്തിൽ നമ്മുടെ ആർക്കും ഒരു മുട്ടും വന്നിട്ടില്ല. നിങ്ങളുടെ വീട്ടുകാർ കൊടുത്തു കാണും, അശ്വിൻ്റെ വീട്ടുകാർ കൊടുത്തു കാണും, നമ്മുടെ മക്കൾ കൊടുത്തു കാണും, നമ്മുടെ മുൻ തലമുറക്കാർ കൊടുത്തു കാണും. ബഹുഭൂരിപക്ഷം ആൾക്കാരും കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ഈ കൊടുക്കുന്നതിൻ്റെ സുഖം ആൾക്കാർക്ക് പിടികിട്ടാറായിപ്പോയെന്ന് തോന്നുന്നു. ദ മൊമെൻറ്റ് യു ഗീവ്, നമ്മളൊന്ന് മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി. 100 രൂപ ഒരാൾക്ക് കൊടുക്കുന്നു, ആ 100 രൂപ അയാളെ നിൽക്കത്തില്ല, അയാളെ ചിലവാക്കും ഭക്ഷണത്തിനായി. അതൊരു ഹോട്ടലിൽ പോകും. അതിൻ്റെ ഒരു കറക്കം ശ്രദ്ധിച്ചാൽ ഇങ്ങനെ റൊട്ടേഷൻ ഇങ്ങനെ നടക്കും. കുറേ പേരിൽ സന്തോഷം ഉണ്ടാക്കും. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്താൽ മതി. നമ്മൾ എത്ര രൂപ കൊടുക്കുമ്പോഴും ആ പൈസ നല്ല രീതിയിൽ പ്രയോജനപ്പെടണം കുറേ ആൾക്കാരിലോട്ട്. കാരണം ഇതിങ്ങനെ റോളിംഗ് ആണല്ലോ പൈസ. മേ ബി പണ്ട് കേരളത്തിലെ കറൻസിയിൽ പറഞ്ഞാൽ ചക്രം എന്നൊരു സാധനം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഇത് ഉരുണ്ടുകൊണ്ടേ ഇരുന്നുകൊണ്ടായിരിക്കാം ചക്രം, അണ എന്നൊക്കെ പറഞ്ഞാൽ. അല്ലെങ്കിൽ ചക്രം എന്നുള്ളതിൻ്റെ റീസൺ ഇനി അതാണോ എന്തോ തോന്നിയതാണ് കേട്ടോ. ചിലപ്പോൾ അൾട്രാ മണ്ടത്തരമായിരിക്കും പറഞ്ഞത്, ക്ഷമിച്ചേക്കുക. കഴിക്കട്ടെ. താങ്ക് യു. ക്ഷമിക്കണം കൃഷ്ണകുമാർ. കിച്ചുവിൻ്റെ പണ്ടത്തെ പേരായിരുന്നു അത്, ദൂരദർശൻ. എന്ത് മിസ്റ്റേക്ക് ഉണ്ടാക്കും. ഈ ഹൻസുവിനേക്കാൾ 2 വയസ്സ് കൂടുതൽ. സാമാന്യ പേടിയുണ്ടായിരുന്നു പലപ്പോഴും. അന്ന് പുതിയ ലിപിയാണ് അന്ന് ദൂരദർശനിൽ ടൈപ്പ് ചെയ്ത് വരുന്നത്. നമ്മൾ പഴയ ലിപി പഠിച്ചു വന്നവരുണ്ട്. ഇപ്പോൾ ആ പറഞ്ഞു എന്നുള്ള ഇങ്ങനെയൊക്കെ 1/2 കിലോമീറ്റർ നീട്ടത്തിലാണ് വരുന്നത് ആസാമാണ് ഞാൻ ടൈപ്പ് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ 1 2 ഭയം. അപ്പോൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ക്ഷമിക്കണം എന്ന് പറഞ്ഞു പോയി. ആക്ച്വലി പലരും തെറ്റിക്കുന്നത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. പക്ഷെ നമ്മൾ ക്ഷമിക്കണം പറയുമ്പോൾ ക്ഷമിക്കണം എന്താ പറ്റി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മളൊക്കെ ഈ വ്ളോഗ് എടുക്കുമ്പോൾ പലപ്പോഴും പലതും തെറ്റും. നമ്മളങ്ങ് ശ്രദ്ധിക്കാതെ പോയത്. കാരണം തെറ്റുകൾ സ്വാഭാവികമാണ്, തെറ്റുകൾ പറ്റണം എന്നൊക്കെ പലരും ചോദിക്കും. ദൂരദർശനിൽ ഒരു മിസ്റ്റേക്കിന് 100 രൂപ വെച്ച് വാങ്ങിക്കുമോ? ആകെ ഒരു അനൗൺസ്മെൻറ്റിൽ 150 രൂപ കിട്ടുന്നത്. 100 രൂപ വെച്ച് വാങ്ങിച്ചിരുന്നത് ഞാൻ എത്ര രൂപ ദൂരദർശനിൽ അടക്കേണ്ടി വന്നതിന്. അങ്ങനെ കോളേജിൽ പോകുമ്പോഴത്തെ പിള്ളേർ വിളിക്കുന്നത് ദാ പോകുന്നു, ക്ഷമിക്കണം കൃഷ്ണകുമാർ, ക്ഷമിക്കണം കൃഷ്ണകുമാർ. ഒരു മാനസിക ടെൻഷനാണ്. ഇന്നാണെങ്കിൽ ഹലോ നമസ്കാരം, നമ്മൾ ഹാപ്പി ആയിരുന്നേനെ.
അന്ന് നേരെ തിരിച്ചായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ പിള്ളേർ കളിയാക്കുന്നൊക്കെ പേടിയായിരുന്നേ? പിന്നെ തെറ്റിച്ച ഒരാഴ്ച കോളേജിൽ പോകത്തില്ല. ആണോ? അതൊരു കാലം. പക്ഷെ എന്തോ ഒരു സുഖമായിരുന്നു. കാരണം ചെറുപ്രായത്തിൽ നമ്മളെ ആൾക്കാർ തിരിച്ചറിയുന്നു നോക്കുന്ന സിനിമാ നടനൊന്നും അല്ല, ഒരു ന്യൂസ് റീഡർ. പക്ഷെ അന്ന് ന്യൂസ് റീഡേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റാർ ന്യൂസ് റീഡേഴ്സ് ഉണ്ടായിരുന്നു. രാജേശ്വരി മോഹൻ, ഹേമലത, കണ്ണൻ, സന്തോഷ്. ഇന്ദു ചേച്ചി കൂടുതലും അനൗൺസ്മെന്റിലായിരുന്നു. ബാലകൃഷ്ണൻ ചേട്ടൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ പണി പഠിക്കാൻ പോകുന്നത്. അളകനന്ദ, മായ ചേച്ചി, എത്ര പേരായിരുന്നു, ശ്രീകല, അവരൊക്കെ അനൗൺസ്മെന്റിലായിരുന്നു. അസാമാന്യ ഒരു അനുഭവമായിരുന്നു. ദൂരദർശനിൽ പോവുക, അവരുടെ ബസ്സിൽ അവിടെ ചെല്ലുന്നു, ന്യൂസ് വായിക്കുന്നു. സോ ലൈഫിലെ അച്ചീവ്മെന്റ്സ് എന്നൊക്കെ ലൈഫിൽ ഇതുപോലെ താഴോട്ട് പോയതായിരുന്നു. ആ പോയിടത്തു നിന്നാണ് 2 ദൈവതുല്യമായ വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നു. അന്നത്തെ ദൂരദർശൻ ഡയറക്ടർ കുഞ്ഞികൃഷ്ണൻ. പക്ഷേ അങ്കിളിനേക്കാൾ അന്ന് രാഗിണി ആൻറ്റി പരിചയപ്പെട്ടതാണ്. എനിക്കെന്നും ജീവിതത്തിൽ ലേഡി ലക്കുണ്ടായിരുന്നു. അങ്ങനെ രാഗിണി ആൻറ്റി അങ്ങ് നമ്മളെ ഉയർത്തി വിട്ടു. അവർ 2 നന്മയോടെ സ്മരിക്കുന്നു. ഇപ്പോഴും അവരിവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും പോയി കാണും 2 പേര്. ആ അനുഗ്രഹം നമുക്ക് എപ്പോഴും ഇങ്ങനെ കിടക്കും. അപ്പം നമ്മളും കിട്ടുന്ന അവസരത്തിൽ പറ്റുന്നവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരെയും നമ്മൾ സഹായിക്കാൻ, ദൈവം അല്ലെങ്കിലും പരമാവധി ആൾക്കാരെ സഹായിക്കാൻ നമുക്ക് പറ്റും. കൂടുതൽ സംസാരിച്ച് പോകുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യം മറന്നുപോയി. ഞാൻ ഇന്ന് പറഞ്ഞുള്ളൂ, ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം. കാരണം അതിനോട് അസാധ്യ കറികൾ എല്ലാം. വെണ്ടയ്ക്ക, ഇഷാനി. ദിസ് ഈസ് കണ്ണൻ കുഴിയോള എന്ന് പറഞ്ഞ മീനിൻ്റെ കറി. ദിസ് ഈസ് കപ്പ. ദാറ്റ് ഈസ് വൺ മോര് കറി. ദിസ് ഈസ് വൺ നെമ്മീൻ കറി. ആൻഡ് ദാറ്റ് ഈസ് ചീരത്തോരൻ. ഓക്കെ, ബൈ. ഓസി ഇതുപോലെയല്ലേ കഴിക്കുന്നത്? ഓസി പക്ഷേ എല്ലാ കറികളും നമ്മളെ പോലെ എടുക്കത്തില്ല, ലിമിറ്റഡ് ഐറ്റംസ് എടുക്കും. അവളും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര അറിഞ്ഞു കഴിക്കും. ഓക്കെ, അറിഞ്ഞു കഴിക്കണം. അമ്മു അല്ലേ? അല്ല, അമ്മു എന്ന് വെച്ചാൽ കുറേ കറികൾ വേണം. ചിക്കൻ. ഓസി അങ്ങനെയല്ല. ഓസി ഒറ്റ പച്ചക്കറിയും എടുക്കത്തില്ല. ഓസി ഞാൻ വഴക്ക് പറഞ്ഞിട്ടാണ് എന്തെങ്കിലും പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമല്ല. കൃഷ്ണകുമാറിൻ്റെ തോട്ട്സുമായിട്ട് നമ്മുടെ സ്ത്രീ വീട്ടിൽ നിന്ന് സൈനിങ് ഓഫ് വിത്ത് ക്യാമറ പേഴ്സൺ സിന്ധു. ഓക്കെ, ടാറ്റാ, ബൈ. ഗുഡ് മോർണിംഗ്. ഇന്നിത് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ ഓഫീസിലോട്ട് പോകാൻ നിൽക്കുകയാണ്. രാവിലെ ഫീലിംഗ് സോ ഹാപ്പി, ഹെൽത്തി. അപ്പോൾ എന്നും രാവിലെ എണീക്കുമ്പോൾ സേ താങ്ക് യു ഫോർ ദ ഹെൽത്ത് എന്ന് പറയും. കാരണം ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് എല്ലാവർക്കും. അപ്പോൾ പലപ്പോഴും പല അറിവുള്ളവർ പറയുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഈ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു മിനിയേച്ചർ ഓഫ് യൂണിവേഴ്സാണ്. യൂണിവേഴ്സിൻ്റെ ഒരു ചെറിയ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ എന്ന് പറയുന്ന സാധനമുണ്ട്, അതാണ് പ്രാധാന്യം ഈ നമ്മുടെ യൂണിവേഴ്സിനകത്ത്. അതുപോലെ മനുഷ്യൻ്റെ ഹൃദയത്തെ ഹെൽത്തിയാക്കി വെക്കുക, ഹാപ്പിയാക്കി വെക്കുക. അപ്പം മറ്റ് ചുറ്റും നിൽക്കുന്ന അവയവങ്ങളുണ്ട്, മറ്റ് പ്ലാനറ്റ്സിനെ പോലെ. അത് ലിവർ ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ഓരോ ഇതും. അപ്പോൾ ഹൃദയത്തെ ഹാപ്പിയാക്കി വെക്കാൻ എന്ത് ചെയ്യാമോ അത് ചെയ്യുക. കാരണം വലിയ റിസർച്ചേഴ്സും ഡോക്ടേഴ്സും വലിയ ഡിസ്കവറി ഇങ്ങനെ നടത്തി നോക്കുമ്പോൾ അവർ പറയുന്നത് മനുഷ്യ ശരീരം 70% വെള്ളമാണ്, ബ്രെയിനകത്താണ് 80% വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഒരു ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനെ അതായത് ഇപ്പോൾ നമ്മുടെ ഓരോ സെല്ലും ചുറ്റപ്പെട്ട് കിടക്കുന്ന വെള്ളമാണ്. എത്രയോ കോടി ട്രില്യൺ സെൽസാണ് നമ്മുടെ ബോഡിയിലിരിക്കുന്നത്, റൈറ്റ്? അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ വെള്ളത്തിനെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റിയാൽ, കാരണം വെള്ളത്തിൻ്റെ പ്രത്യേകത അവർ ഒരു പരീക്ഷണം നടത്തുമ്പോൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സ്നേഹം, സന്തോഷം, ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ വെള്ളത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നു. അത് വളരെ ഹാർമോണിയസ് ആവുന്നു, ശാന്തമാകുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നല്ല ചിന്തകളും വളരെ സന്തോഷവും നമ്മൾ തന്നെ നമ്മളിലോട്ട് കയറ്റിവിടുകയാണെങ്കിൽ ഈ വെള്ളം ശാന്തമാവണമെങ്കിൽ നമ്മുടെ ശരീരം ശാന്തമാവും. കാരണം ശരീരം 70% വെള്ളമാണ്. അതുകൊണ്ട് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മുടെ ഹെൽത്തിനെ പറ്റി വളരെ സന്തുഷ്ടമായി, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി എപ്പോഴും ഞാൻ പറയും, വളരെ നല്ല കാര്യങ്ങൾ പറയും. ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ മൾട്ടിപ്ലെയർ എന്ന് പറയും. അതായത് സന്തോഷം ഇരട്ടിപ്പിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് എന്നും രാവിലെ ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യുവർ ഹെൽത്ത്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ അതീവ സന്തുഷ്ടനാണ്. ഇത് കേൾക്കുന്ന നിങ്ങളും വളരെ സന്തുഷ്ടരായിരിക്കുക. സന്തോഷ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവും, നല്ലതാവും. നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ഭൂമിക്ക്. താങ്ക് യു ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.